എല്ലാവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 2. ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവും. ഭാഗവതോത്തമനായ മേൽപ്പത്തൂർ 1-ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ ആ നിഷ്കളമായ രൂപം, അതായത് ആ പരമാത്മാവിൻ്റെ മാഹാത്മ്യത്തെ വർണ്ണിച്ചതിന് ശേഷം ആ പരമാത്മാവ് പ്രകൃതിയുടെ മായാശക്തിയോട് ചേർന്ന് പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ സത്വഗുണത്തിൻ്റെ സ്വരൂപത്തെ സ്വീകരിച്ചു. ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ, അതായത് കണ്ണുകൾക്കും കാതുകൾക്കും മധുരതരമായ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തെ സ്വീകരിച്ചു. ആ രൂപത്തെ മനസ്സിൽ കണ്ട് ധ്യാനിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു വെച്ചു. അങ്ങനെയുള്ള ഭഗവാന്റെ ആ രൂപത്തെ, ആ സ്വരൂപത്തെ വർണ്ണിക്കുകയും ആ സ്വരൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ ആ രൂപത്തെ മനസ്സിൽ കണ്ട് ധ്യാനിക്കുന്നവർക്ക് മനസ്സിൽ വരുന്ന ആ നിഷ്കളങ്കമായ ഭക്തി, ആ ഭക്തിയുടെ മഹത്വവുമാണ് ഈ 2-ാമത്തെ ദശകത്തിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ദശകത്തിൽ ഭഗവാന്റെ ആ നിഷ്കള രൂപത്തെ, ആ മൂർത്തിയായി ഭഗവാനെ വർണ്ണിച്ചു. 2-ാമത്തെ ദശകത്തിൽ അതേ ഭഗവാൻ തന്നെ, ആ പരമാത്മാവ് തന്നെ മായയോട് കലർന്ന് സ്വീകരിച്ച സ്വരൂപം, സത്വഗുണ സ്വരൂപമായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ആ രൂപത്തിൻ്റെ വർണ്ണനയാണ് നമ്മൾ 2-ാമത്തെ ദശകത്തിൽ കാണുന്നത്. അതോടൊപ്പം ആ രൂപത്തെ മനസ്സിൽ കണ്ട് ധ്യാനിക്കുന്നവൻ്റെ ഉള്ളിൽ ഉണരുന്ന നിഷ്കളങ്കമായ ഭക്തി, ആ ഭക്തിയുടെ മഹാത്മ്യത്തെയും കുറിച്ചാണ് ഈ ഒരു ദശകത്തിൽ, 2-ാമത്തെ ദശകത്തിൽ പറയുന്നത്. ഭാഗവതത്തിൽ എന്ന പോലെ തന്നെ ഭാഗവതവും നാരായണീയും ഒക്കെ കേൾക്കുന്ന ഭക്തന്റെ മനസ്സിലെ ഉണ്ടാകുന്ന ആ ഒരു ഭഗവാന്റെ ആ രൂപത്തെ കണ്ടുകൊണ്ട് ധ്യാനിക്കാൻ അവർക്ക് കൂടുതൽ സാധിക്കണം, ഭക്തന് സാധിക്കണം. അതിനായിട്ട് വളരെ മനോഹരമായിട്ടാണ് ഭഗവാന്റെ ആ സ്വരൂപത്തെ മേൽപ്പത്തൂര് വർണ്ണിച്ചിരിക്കുന്നത് നാരായണീയത്തിൽ. അത് തന്നെയാണ് നാരായണീയത്തിൻ്റെ ഒരു മഹാത്മ്യവും അത് തന്നെയാണ്. അപ്പൊ നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം. സൂര്യസ്പർദ്ധ്യ കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഡോജ്വലത് കൗസ്തുഭം ത്വതുരൂപം വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം ഭജേ. സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യൻ മകരാഭ കുണ്ടലയുഗം കണ്ഡോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യ ഹാര പടല ശ്രീവത്സദീപ്രം ഭജേ. അതായത് ഭഗവാന്റെ ആ രൂപത്തെയാണ് കേട്ടോ ഇവിടെ വർണ്ണിക്കുന്നത്. സൂര്യസ്പർദ്ധി കിരീടം, സൂര്യനേക്കാൾ ശോഭിക്കുന്ന കിരീടം അണിഞ്ഞ്, ഊർധ്വ തിലക പ്രോദ്ഭാസി ഫാലാന്തരം, അതായത് നെറ്റിയിലെ ഗോപിക്കുറി, ചന്ദനക്കുറി ചാർത്തി മിന്നുന്ന തിളങ്ങുന്ന നെറ്റിത്തടത്തോടു കൂടിയ, അപ്പൊ ചന്ദനക്കുറി ചാർത്തിയിട്ട് അതിനാൽ തിളങ്ങുന്ന നെറ്റിത്തടത്തോടു കൂടിയ, കാരുണ്യാകുല നേത്രം, കാരുണ്യം കവിഞ്ഞൊഴുകുന്ന കണ്ണുകളോട് കൂടിയ, ആർദ്രഹസിതോല്ലാസം സുനാസാപുടം, ആർദ്രഹസിതോല്ലാസം കുളിർമയേകുന്ന അല്ലെങ്കിൽ ആർദ്രത നിറഞ്ഞ പുഞ്ചിരിയാൽ പ്രകാശിക്കുന്ന, സുനാസാപുടം എന്നാൽ മനോഹരമായ മൂക്ക് ഭഗവാന്റെ, അതായത് സൂര്യനേക്കാൾ ശോഭയേറിയ കിരീടവും ചന്ദനക്കുറി ചാർത്തി പ്രകാശിക്കുന്ന നെറ്റിത്തടം, കണ്ണുകളിൽ അതായത് കാരുണ്യം കവിഞ്ഞൊഴുകുന്ന കണ്ണുകള്, കുളിർമയുള്ള ആർദ്രതയുള്ള പുഞ്ചിരിയാൽ പ്രകാശിക്കുന്ന മനോഹരമായ മൂക്ക്. ഇനി ഗണ്ഡോദ്യൻ മകരാഭ കുണ്ടലയുഗം, അതായത് കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച് കാണുന്നു തിളങ്ങുന്ന മകരകുണ്ടലങ്ങൾ. മകരകുണ്ടലം എന്ന് വെച്ചാൽ മകര മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കർണാഭരണമാണ് മകരകുണ്ടലം എന്ന് പറയുന്നത്. ആ മകരകുണ്ടലത്തിന്റെ തിളക്കത്താൽ, ആ തിളക്കം പ്രതിഫലിച്ചു കാണുന്ന കവിൾത്തടം,
അപ്പൊ കവിൾത്തടം അങ്ങനെ മനോഹരമായിരിക്കുന്നു. ഇനി കണ്ടോജ്വല കൗസ്തുഭം, അതായത് കഴുത്തിന് ശോഭ കൂട്ടുന്ന പ്രകാശിക്കുന്ന കൗസ്തുഭം രത്നം ചാർത്തിയിട്ടുണ്ട്. ഇനി വനമാല്യ ഹാര പടല ശ്രീവത്സദീപ്രം, വനമാല മുത്തുമാലകൾ ശ്രീവത്സം എന്ന മറുക് ഇവയാൽ പ്രകാശിക്കുന്ന ത്വതുരൂപം, ഭഗവാനെ അവിടുത്തെ ആ രൂപത്തെ ഭജേ ഞാൻ നിത്യവും ധ്യാനിക്കുന്നു, അതാണ് ആ പറയുന്നത്. അപ്പോൾ സൂര്യനേക്കാൾ പ്രകാശിക്കുന്ന കിരീടമണിഞ്ഞ് ചന്ദനക്കുറി ഗോപിക്കുറി ചാർത്തി മിന്നുന്ന നെറ്റിത്തടം, കാരുണ്യം കവിഞ്ഞൊഴുകുന്ന കണ്ണുകളോട് കൂടിയ കുളിർമയേകുന്ന പുഞ്ചിരിയാൽ പ്രകാശിക്കുന്ന മനോഹരമായ മൂക്ക്, കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ചു കാണുന്ന തിളങ്ങുന്ന മകരകുണ്ടലങ്ങൾ, പിന്നെ കഴുത്തിന് ശോഭ കൂട്ടുന്ന കൗസ്തുഭരത്നം ചാർത്തിയിരിക്കുന്നു. അതുകൂടാതെ വനമാല മുത്തുമാലകൾ, പിന്നീട് ശ്രീവത്സം എന്ന മറുക് ഇവയാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഭഗവാന്റെ രൂപത്തെയാണ് ധ്യാനിക്കുന്നത്. അപ്പൊ ശ്രീവത്സം എന്ന മറുക് ഭൃഗു മഹർഷിയുടെ പാദങ്ങളുടെ ചവിട്ടേറ്റിട്ട് ആ പാടാണ് ഭഗവാൻ ഒരു അലങ്കാരമായിട്ട് ശ്രീവത്സം എന്ന മറുകായി കൊണ്ടു നടക്കുന്നത്. അതായത് ബ്രഹ്മത്തെ അറിഞ്ഞ ജ്ഞാനികളെ, ബ്രഹ്മജ്ഞന്മാരെ ഭഗവാൻ എന്നും അവരുടെ അങ്ങനെയുള്ള ബ്രഹ്മജ്ഞന്മാരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്ന ദാസനാണ് ഭഗവാൻ എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭഗവാന്റെ കീർത്തിയെ ഈ ലോകത്തെ അറിയിക്കുന്ന, ബ്രഹ്മത്തെ അനുഭവിച്ചറിഞ്ഞ ജ്ഞാനികള്, അങ്ങനെയുള്ള ബ്രഹ്മജ്ഞന്മാരുടെ മാഹാത്മ്യത്തെ ഈ ലോകം അറിയണം, അവരെ ഈ ലോകം ആദരിക്കണം. അതിനായിട്ടാണ് ഭൃഗു മഹർഷിയുടെ പാദങ്ങളാൽ ആ ചവിട്ട് ഏറ്റിട്ട് ആ പാട് ഭഗവാൻ ഒരു അലങ്കാരമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. കാരണം അവരുടെ മാഹാത്മ്യം, ബ്രഹ്മജ്ഞന്മാരുടെ മാഹാത്മ്യം ലോകം അറിയണം, ലോകം മുഴുവൻ അവരെ ആദരിക്കണം. അതിനായിട്ടാണ് ഭഗവാൻ ആ ഒരു പാട് ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നത്. അങ്ങനെയുള്ള ശ്രീവത്സം എന്ന മറുകിന്റെ ഇവയെല്ലാം കൊണ്ടും അലങ്കരിക്കപ്പെട്ട ഭഗവാന്റെ ആ രൂപത്തെയാണ് ഞാൻ നിത്യവും ധ്യാനിക്കുന്നത്. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ശ്ലോകം 2. കേയൂരാംഗദ കങ്കണോത്തമ മഹാ രത്നാംഗുലീയാങ്കിതാ ശ്രീമദ്ബാഹു ചതുഷ്ക സംഗദഗദാ ശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനി ആലംബേ വിമലാംബുജ ദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. കേയൂര അംഗദ കങ്കണ ഉത്തമ മഹാരത്ന അങ്കുലീയ അങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാ ശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരാലംബിനി ആലംബേ വിമലാംബുജ ദ്യുതിപദാം മൂർത്തിം തവ ആർത്തി ചിദം. അതായത് തൊട്ടു മുന്നത്തെ ശ്ലോകത്തിൽ, 1ാമത്തെ ശ്ലോകത്തില് ഭഗവാന്റെ ശിരസ്, നെറ്റിത്തടം, കണ്ണുകൾ, മൂക്ക്, കവിൾത്തടം, കഴുത്ത് വരെയുള്ള ഭാഗങ്ങളെയാണ് വർണ്ണിച്ചത്. എന്നാൽ ഈ ഒരു ശ്ലോകത്തിലെ ഭഗവാന്റെ കൈകള്, വിരലുകള്, അതുപോലെ അരക്കെട്ട്, പാദങ്ങള്, ആ തൃപ്പാദങ്ങളെയൊക്കെയാണ് ഈ ഒരു ശ്ലോകത്തിലെ 2ാമത്തെ ശ്ലോകത്തില് വർണ്ണിക്കുന്നത്. കേയൂര അങ്കദ കങ്കണ ഉത്തമ മഹാരത്നാങ്കുലീയ അങ്കിത. കേയൂരം എന്ന് വെച്ചാൽ തോൾവളകൾ, അങ്കദം തുടങ്ങിയ മുതലായ ശ്രേഷ്ഠമായ മറ്റു വളകൾ അണിഞ്ഞ്, അതോടൊപ്പം തന്നെ വിലയേറിയ മഹാരത്ന അങ്കുലീയ അങ്കിതം എന്ന് വെച്ചാൽ വിലയേറിയ വലിയ രത്നങ്ങൾ പതിപ്പിച്ച മോതിരങ്ങൾ വിരലിൽ അണിഞ്ഞിട്ടുണ്ട്. അപ്പൊ കയ്യില് തോൾവളകളുണ്ട്, കേയൂരം അങ്കദം മുതലായ ശ്രേഷ്ഠമായ വളകൾ കയ്യിലുണ്ട്, വിരലില് വലിയ നല്ല മഹാരത്നങ്ങൾ പതിപ്പിച്ച വിലയേറിയ മോതിരങ്ങൾ വിരലിൽ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ശോഭിക്കുന്ന അലങ്കരിക്കപ്പെട്ട ശ്രീമദ് ബാഹു ചതുഷ്. അപ്പൊ ആ വരിയുടെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഭംഗിയേറിയ 4 തൃക്കൈകൾ, അങ്ങനെയുള്ള 4 തൃക്കൈകളാണുള്ളത്. ആ കയ്യിൽ ഏന്തിയിരിക്കുന്നത് ഗദാ, ശംഖ്, ചക്രം, താമരപ്പൂ ഇവ ആ കയ്യിൽ പിടിച്ച് അങ്ങനെ ശോഭിക്കുന്ന ഭഗവാന്റെ രൂപത്തെയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ കേയൂരം, അങ്കദം തുടങ്ങിയ
ശ്രേഷ്ഠമായ വളകൾ കയ്യിലുണ്ട്. പിന്നെ വിലയേറിയ രത്നങ്ങൾ പതിപ്പിച്ച മോതിരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട വിരലുകൾ. ഇങ്ങനെ മനോഹരമായ ഭംഗിയേറിയ 4 തൃക്കൈകളോടുകൂടി, അതും ആ കൈകളിൽ ഗദ, ശംഖ്, ചക്രം, താമരപ്പൂ ഇവ ഏന്തിയിരിക്കുന്ന ആ 4 തൃക്കൈകളോടുകൂടി ശോഭിക്കുന്ന ഭഗവാന്റെ രൂപം. ഇനി അതോടൊപ്പം കാഞ്ചന കാഞ്ചിത് ലാഞ്ചിത, പൊന്നരഞ്ഞാണം, സ്വർണം കൊണ്ട് നിർമ്മിച്ച അരഞ്ഞാണം കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന ലസത് പീതാംബരാലംബിനി, വിലസുന്ന മഞ്ഞപ്പട്ടുടയാട ചാർത്തിയിരിക്കുന്നു. അരക്കെട്ടില് മഞ്ഞപ്പട്ടുടയാട ചാർത്തിയിരിക്കുന്നു. അതിന്റെ മുകളിലായിട്ട് സ്വർണം കൊണ്ട് നിർമ്മിച്ച മനോഹരമായ അരഞ്ഞാണം ചാർത്തിയിരിക്കുന്നു. അങ്ങനെ മനോഹരമായ അരക്കെട്ട്. എന്നാൽ അതോടൊപ്പം ആർത്തിച്ഛിതം എന്ന് വെച്ചാല് സകല ദുഃഖങ്ങളെയും, സർവ്വ ദുഃഖങ്ങളെയും ഉന്മൂലനം ചെയ്യുന്ന, ഇല്ലാതാക്കുന്ന വിമലാംബുജ ദ്യുതിപദാം, നിർമ്മലമായ താമരപ്പൂ പോലെ ശോഭിക്കുന്ന തൃപ്പാദങ്ങളോട് കൂടിയ ഭഗവാന്റെ തൃപ്പാദങ്ങളെ നിർമ്മലമായ പരിശുദ്ധമായ താമരപ്പൂ പോലെ ശോഭിക്കുന്ന തൃപ്പാദങ്ങൾ. എന്നാൽ ആ പാദങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. സർവ്വ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് ഭഗവാന്റെ തൃപ്പാദങ്ങൾ. ആരാണോ ആ പാദങ്ങളിൽ ശരണാഗതി അടയുന്നത്, അവന്റെ സർവ്വ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന ആ താമരപ്പൂ പോലെ പ്രകാശിക്കുന്ന തൃപ്പാദങ്ങളോട് കൂടിയ കാഞ്ചിത് എന്ന് വെച്ചാൽ അങ്ങനെ വിലസുന്ന, വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത അത്രയ്ക്ക് മഹാത്മ്യത്തോടു കൂടി വിലസുന്ന തവ ഭഗവാനെ, അങ്ങയുടെ മൂർത്തിയും ആ രൂപത്തെ, ആ സ്വരൂപത്തെ അഹം ആലംബേ, ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന്. ഞാൻ ശരണാഗതി അടയുന്നത് അങ്ങയുടെ ആ തൃപ്പാദങ്ങളിലാണ്. കേയൂരം, അംഗദം തുടങ്ങിയ വളകൾ ചാർത്തി മനോഹരമായ രത്നങ്ങൾ പതിപ്പിച്ച, വിലയേറിയ രത്നങ്ങൾ പതിപ്പിച്ച മോതിരങ്ങൾ അണിഞ്ഞ് അങ്ങനെയുള്ള 4 തൃക്കൈകൾ, അതിൽ ഗദ, ശംഖ്, ചക്രം, താമരപ്പൂ ഇവയൊക്കെ ഏന്തിയ 4 തൃക്കൈകള്. പിന്നെ വിലസുന്ന മഞ്ഞപ്പട്ട് ഉടയാട അരക്കെട്ടില്, അതിന്റെ മുകളിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച അരഞ്ഞാണം ചാർത്തി പ്രകാശിക്കുന്നു. സർവ്വ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന താമരപ്പൂ പോലെ പരിശുദ്ധമായി ശോഭിക്കുന്ന അങ്ങയുടെ ആ തൃപ്പാദങ്ങൾ. ഭഗവാനെ, കാഞ്ചിത്ത് എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ പ്രകാശിക്കുകയാണ്. വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത അത്രമാത്രം അത്രമാത്രം മഹത്വമേറിയ ഭഗവാന്റെ ആ രൂപത്തെയാണ്, ആ തൃപ്പാദങ്ങളെയാണ് ഞാൻ ശരണം പ്രാപിക്കുന്നത് എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. കാരണം അത്രയും ബുദ്ധിമുട്ടോടുകൂടി, ശാരീരിക ബുദ്ധിമുട്ടും ഒപ്പം മാനസികമായും തളർന്നാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോ സർവ്വ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നത് ഭഗവാന്റെ തൃപ്പാദങ്ങളാ. ആരാണോ അവിടെ ശരണാഗതി അടയുന്നത്, അവന്റെ സർവ്വ ദുഃഖങ്ങളും അതോടെ ഇല്ലാതാകുന്നു. ആ പാദങ്ങളെയാണ് ഞാൻ ശരണം പ്രാപിക്കുന്നത് എന്ന് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിലായിട്ട് പറഞ്ഞു വെക്കുന്നു. ശ്ലോകം 3. യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാ, കാന്തം കാന്തിനിധാനദോപി മധുരം മാധുര്യധുര്യാദപി, സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപി, ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം ഉഷ്ണാതി വിഷ്ണോ വിഭോ. യത് ത്രൈലോക്യമഹീയസഃ അപി മഹിതം സമ്മോഹനം മോഹനാത്, കാന്തം കാന്തി നിധാനദഃ അപി മധുരം മാധുര്യ ധുര്യാദപി, സൗന്ദര്യോത്തരതഃ അപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതഃ അപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. അർത്ഥം: വിഷ്ണു എന്നാൽ വിശ്വം മുഴുവൻ പരമാണുവായി വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാനെ. വിഭോ, സർവശക്തനായ ഭഗവാനെ. അപ്പോൾ വിശ്വം മുഴുവൻ പരമാണുവായി വ്യാപിച്ചു നിൽക്കുന്ന അല്ലയോ ഭഗവാനെ, സർവശക്തനായ ഭഗവാനെ. യത് എന്നാൽ ഏതൊന്നാണ്, ത്രൈലോക്യ മഹീയസഃ അപി മഹിതം, ഈ ത്രിലോകങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമായതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടവും, സമ്മോഹനം മോഹനാത്, അതായത് മോഹനാത് എന്നാൽ മനോഹരമായതിൽ വെച്ച് ഏറ്റവും മനോഹരവും, കാന്തം കാന്തി നിധാനതഃ അപി, കാന്തിയുള്ളതിൽ വെച്ച്, തേജസ്സുള്ളതിൽ വെച്ച് ഏറ്റവും തേജസ്സുള്ളതും, മധുരം മാധുര്യധുര്യാദപി, മധുരതരമായതിൽ വെച്ച് ഏറ്റവും മധുരതരവും, സൗന്ദര്യോത്തരതഃ അപി സുന്ദരതരം,
അതായത് സൗന്ദര്യമുള്ളതിൽ വെച്ച്, സുന്ദരമായതിൽ വെച്ച് ഏറ്റവും സുന്ദരവും, ആശ്ചര്യതഃ അഭി ആശ്ചര്യം, ആശ്ചര്യമായതിൽ വെച്ച്, അത്ഭുതകരമായതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരവും ആയ ത്വതുരൂപം, ഭഗവാനെ അവിടുത്തെ ആ രൂപം ഉണ്ടല്ലോ, അത് ഭുവനേ ഈ ലോകത്തിൽ ന കസ്യ കുതുകം പുഷ്ണാതി, ആ രൂപത്തെ കണ്ടാൽ ഈ ലോകങ്ങളിലൊക്കെ ആർക്കാണ് ആ രൂപത്തെ കണ്ട് ഒരു കൗതുകം ഭക്തിയും തോന്നാത്തത്? അപ്പൊ മേൽപ്പത്തൂര് ചോദിക്കുകയാണ്, ഭഗവാനെ അങ്ങയുടെ മനോഹരമായ ആ രൂപം കണ്ടാൽ അത് ത്രിലോകങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമായതിൽ, ശ്രേഷ്ഠമായതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും, മനോഹരമായതിൽ വെച്ച് ഏറ്റവും മനോഹരവും, തേജസ്സുള്ളതിൽ വെച്ച് ഏറ്റവും തേജസ്സുള്ളതും, മധുരതരമായതിൽ വെച്ച് ഏറ്റവും മധുരതരവും, സുന്ദരമായതിൽ വെച്ച് ഏറ്റവും സുന്ദരവും, അത്ഭുതകരമായതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരവുമാണ് അവിടുത്തെ ആ രൂപം. അങ്ങനെയുള്ള അങ്ങയുടെ ആ രൂപം കണ്ടാൽ ഈ ലോകത്തിൽ ആർക്കാണ് അങ്ങയോട് ഒരു കൗതുകം തോന്നാത്തത് എന്ന് ചോദിക്കുകയാണ്. അതായത് മേൽപ്പത്തൂര് ആ പരമാത്മ തത്വം അറിയാമെങ്കിൽ പോലും അദ്ദേഹത്തിന് ഗുരുവായൂരപ്പന്റെ ആ രൂപം ഉണ്ടല്ലോ, ആ രൂപത്തെ കണ്ട് ഭക്തിയിലൂടെ, ഭക്തിയോഗത്താൽ ഭഗവാനിലേക്ക് ലയിക്കാൻ, ഭഗവാനിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന ഭക്തനാണ് മേൽപ്പത്തൂര്. അപ്പൊ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ ആ രൂപം കണ്ട് കൗതുകം തോന്നാത്ത ആരാ ഉള്ളത്? അത്രയും മനോഹരമായ രൂപമാണ് ഭഗവാന്റെ രൂപം എന്ന് വർണ്ണിക്കുകയാണ് ഈ വരികളിലൂടെ. ശ്ലോകം 4. തത്താദൃങ് മധുരാത്മകം തവ വപോ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തി സ്വഭക്തേഷ്വപി തേനസ്യ ബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമനോജ്ഞകാ പ്രേമസ്ഥൈര്യമയാത ചാപലബലാ ചാബല്യവാർത്തോദഭൂത്. തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം ന ആസ്തേ സ്വഭക്തേഷു അപി തേന അസ്യ ബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപ മനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അജാബലബലാത് ചാബല്യ വാർത്ത ഉദഭൂത്. അപ്പോ ഇവിടെ അർത്ഥം പറയുന്നത് തത്താദൃങ്, അപ്പൊ ഭഗവാന്റെ രൂപത്തെ മനോഹരമായി മേൽപ്പത്തൂർ വർണ്ണിച്ചു ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ. ഇനി തത്താദൃങ് മധുരാത്മകം, ഇത്രമാത്രം മധുരതരമായ തവ വപു അങ്ങയുടെ ആ ശരീരത്തെ സംപ്രാപ്യ പ്രാപിച്ചവളും സമ്പന്മയി ഐശ്വര്യം നൽകുന്ന സമ്പൽ സ്വരൂപിണിയുമായ സാ ദേവി ആ ലക്ഷ്മി ദേവി പരമോത്സുക എന്ന് വെച്ചാൽ അങ്ങയോടുള്ള സ്നേഹത്താൽ, അങ്ങയോടുള്ള ദൃഢമായ സ്നേഹത്താൽ സ്വഭക്തേഷു അഭി സ്വന്തം ഭക്തന്മാരുടെ കൂടെ ചിരതരം ന ആസ്തേ സ്ഥിരമായി നിൽക്കാറില്ല എന്ന്. അതായത് ലക്ഷ്മി ദേവിയെയാണ് ഇവിടെ പറയുന്നത്. ഇത്രമാത്രം ഭഗവാന്റെ മനോഹരമായ മധുരതരമായ ശരീരത്തോടു കൂടിയ ഭഗവാനെ പ്രാപിച്ച നേടിയ ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവി ഭഗവാനോടുള്ള ദൃഢമായ സ്നേഹത്താൽ സ്വന്തം ഭക്തന്മാരുടെ കൂടെ അധികം കാലം ലക്ഷ്മി ദേവി നിൽക്കാറില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവിയെ പൂജിച്ച് ആരാധിക്കുന്നവരുടെ അവരുടെ കൂടെ പോലും, സ്വന്തം ഭക്തന്മാരുടെ കൂടെ പോലും ലക്ഷ്മി ദേവി സ്ഥിരമായി നിൽക്കാറില്ല, എന്നും എക്കാലത്തും സ്ഥിരമായി നിൽക്കാറില്ല. ഭഗവാൻ എവിടെയുണ്ടോ അവിടെയാണ് ലക്ഷ്മി ദേവി എപ്പോഴും സ്ഥിരമായി നിൽക്കാറുള്ളത് എന്നാണ് പറയുന്നത്. അതിനൊരു പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അതിനൊരു കഥയുണ്ട്. അതായത് ഒരു ഗ്രാമത്തിലേക്ക് ഭഗവാൻ ഒരിക്കൽ ഒരു ഭഗവാന്റെ ചരിതത്തെ, ഭാഗവതത്തെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗുരുവിന്റെ രൂപത്തിൽ ഒരു ഗ്രാമത്തിലേക്ക് മഹാവിഷ്ണു വന്നെത്തുകയാണ്. അപ്പൊ അദ്ദേഹം അവിടെ വന്ന് ഭഗവാൻ അവിടെ ഒരു വേഷം മാറിയിട്ടാണ്, ഒരു ആചാര്യന്റെ, ഒരു ഗുരുവിന്റെ വേഷത്തിലാണ് വരുന്നത് ആ ഗ്രാമത്തിലേക്ക്. അങ്ങനെ വന്നിട്ട് അവിടെ ആൽമര ചുവട്ടിൽ ഭഗവാൻ അവിടെ ഇരുന്ന് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആ ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാം, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഭഗവാനെ കുറിച്ച് കേൾക്കാൻ ഭക്തിയോടുകൂടി, അത്രമാത്രം ആഗ്രഹത്തോടു കൂടി ആ ദിവസവും
കാലത്തെ തന്നെ അവിടെ വന്ന് ഇരിക്കാറുണ്ട്. ഭഗവാൻ ഇങ്ങനെ, അത് ഭഗവാനാണെന്ന് അവർക്കറിയില്ല. ഏതോ ഒരു ഗുരു അദ്ദേഹം വന്ന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോൾ ഭക്തിയോടുകൂടി ആ ഗ്രാമത്തിലെ എല്ലാ ആളുകളും എന്നും കാലത്ത് ആ ഒരു ആൽമരച്ചുവട്ടിൽ വന്നിരുന്ന് ഭാഗവതം കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഭഗവാൻ ആ ഗ്രാമത്തിലേക്ക് പോന്നപ്പോൾ ലക്ഷ്മി ദേവി, തീർച്ചയായിട്ടും ഭഗവാൻ എവിടെയുണ്ടോ അവിടെയാണ് ലക്ഷ്മി ദേവി ഉണ്ടാവുക. ലക്ഷ്മി ദേവിയും ഇതുപോലെ തന്നെ വേഷം മാറി ഒരു സാധു സ്ത്രീയുടെ രൂപത്തിൽ ആ ഗ്രാമത്തിലേക്ക് വന്നെത്തി. എന്നിട്ട് ഓരോ വീടുകൾ തോറും ആ ലക്ഷ്മി ദേവി ഒരു സാധു അമ്മയുടെ രൂപത്തിൽ വന്ന് ഇങ്ങനെ ഓരോ വീടുകൾ കയറിയിട്ട് വെള്ളം ചോദിക്കുകയാണ്, ഭക്ഷണവും വെള്ളവും ചോദിക്കുകയാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് ആരാണോ വെള്ളം ഭക്ഷണവും കൊടുക്കുന്നത് അവർക്ക് നിരവധി കൈ നിറയെ സ്വർണ്ണ നാണയങ്ങളാണ് ആ അമ്മ അനുഗ്രഹമായിട്ട് കൊടുത്തിരുന്നത്. കാരണം അത് ലക്ഷ്മി ദേവിയാണ്. പക്ഷെ ആ ഗ്രാമവാസികൾക്ക് അത് അറിയില്ലായിരുന്നു. അപ്പോൾ ആ അമ്മ ഏത് വീട്ടിലാണോ ഭക്ഷണം ചോദിച്ചു ചെല്ലുന്നത് ആ അമ്മയ്ക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കുന്നവർക്ക് കൈ നിറയെ സ്വർണ്ണ നാണയങ്ങൾ ആ അമ്മ സമ്മാനമായി നൽകാറുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ ഈ വാർത്ത ആ ഗ്രാമം മുഴുവൻ ഇങ്ങനെ പരക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ ഈ ഭാഗവതം കേൾക്കാനുള്ള ഭക്തന്മാരുടെ എണ്ണം കുറയാൻ തുടങ്ങി. അതായത് ഭഗവാനെ അറിയാൻ എന്നതിനേക്കാൾ ഉപരി വീട്ടിലിരുന്നാൽ ആ സാധു സ്ത്രീ നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത് എങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിറയെ സ്വർണ്ണ നാണയങ്ങൾ കിട്ടുമല്ലോ എന്നൊരാഗ്രഹം ആളുകളുടെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. അതായത് ഭക്തിയേക്കാൾ കൂടുതൽ സമ്പത്തിന്റെ പുറകെ അവരുടെ മനസ്സ് പായാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ ഈ സാധു സ്ത്രീ വരുന്നതും കാത്ത് എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി. അപ്പോ ഭാഗവതം കേൾക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നപ്പോ ഭഗവാൻ തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് തന്നെ പോയി. ഭഗവാൻ പോയോടുകൂടി ആ ഗ്രാമവാസികൾക്ക് ഭഗവാനെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഭഗവാനെ നഷ്ടപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ഭഗവാൻ പോയപ്പോൾ പിന്നാലെ ലക്ഷ്മി ദേവിയും പോയി. അപ്പോ അവിടെയുള്ളവർക്ക് ഭഗവാനെയും കിട്ടിയില്ല, സമ്പത്ത് സ്വർണ്ണ നാണയവും കിട്ടിയില്ല. അപ്പൊ ഭഗവാനെ എവിടെയാണോ ഭക്തിയോടുകൂടി ആരാധിക്കുന്നത്, പൂജിക്കുന്നത്, സമർപ്പിതമായ ഭക്തിയോടെ, അങ്ങനെയുള്ളവരുടെ കൂടെ ലക്ഷ്മി ദേവിയും സ്ഥിരമായി തന്നെ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവിയെ പൂജിക്കേണ്ട സമ്പത്തിനായിട്ട്, നല്ല നിഷ്കളങ്ക ഭക്തനായിട്ടിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്റെ കൂടെ ഭഗവാനും ഉണ്ടാവും, സർവ മംഗളങ്ങളും സകല സൗഭാഗ്യങ്ങളും നൽകുന്ന ലക്ഷ്മി ദേവിയും ഉണ്ടാവും. നമ്മൾ തൊട്ട് മുന്നേ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു മേൽപ്പത്തൂര്. അതായത് ദശകം 1 ശ്ലോകത്തില് ഒരു നിഷ്കളങ്ക ഭക്തൻ അവൻ ഒന്നും ചോദിച്ചില്ലെങ്കിൽ പോലും അവന് വേണ്ട ആത്മസാക്ഷാത്കാരവും ജീവിത സാക്ഷാത്കാരവും ഭഗവാൻ നൽകുമെന്ന്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആരാണോ അങ്ങനെയുള്ള സമർപ്പിതമായ ഭക്തിയോടെ ഭഗവാനെ ആരാധിക്കുന്നത് അവരുടെ കൂടെ ഭഗവാനും ഉണ്ടാവും, സകല സൗഭാഗ്യങ്ങളും നൽകുന്ന ലക്ഷ്മി ദേവിയും അവരുടെ കൂടെ തന്നെ സ്ഥിരമായി ഉണ്ടാകുന്നു. അല്ലാതെ പണത്തിന് വേണ്ടി ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നവരുടെ കൂടെ കുറച്ച് നാൾ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ലക്ഷ്മി ദേവി ഉണ്ടാവും. പക്ഷെ ഒരിക്കലും സ്ഥിരമായി ആ അമ്മയുടെ അനുഗ്രഹം അവർക്ക് നേടാൻ സാധിക്കുകയില്ല എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി തേന അസ്യ ബദ കഷ്ടം അച്യുത വിഭോ, അച്യുത ച്യുതിയില്ലാത്തവനെ, വിഭോ സർവശക്തനായ ഭഗവാനെ, ബദ കഷ്ടം ഇത് കഷ്ടം തന്നെയല്ലേ, തേന അസ്യ അങ്ങനെയുള്ള ആ ലക്ഷ്മി ദേവിക്ക്, ത്വദ്രൂപ മനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാബല ബലാത്, അങ്ങയുടെ ത്വദ്രൂപ മനോജ്ഞകം എന്ന് വെച്ചാൽ അങ്ങയുടെ മനോഹരമായ രൂപത്തെ കണ്ടിട്ടുള്ള പ്രേമസ്ഥൈര്യമയാത് ആ ദൃഢമായ പ്രേമത്തിന്റെ ദൃഢമായ സ്നേഹം, അങ്ങയോടുള്ള ഉറച്ച സ്നേഹത്തിന്റെ അചാബല, അതായത് ചാബല്യമില്ലാത്ത, അതായത് മാറിക്കളിക്കാത്ത ഉറച്ച സ്നേഹം ഭഗവാനോട് ലക്ഷ്മി ദേവിക്കുള്ളത് ഒരിക്കലും ഇളക്കമില്ലാത്ത അടിയുറച്ച സ്നേഹമാണ്, പ്രണയമാണ്. ആ സ്നേഹത്തിന്റെ ബലാത്ത്, അതിന്റെ ശക്തി കൊണ്ട് ലക്ഷ്മി ദേവി സ്വന്തം ഭക്തന്മാരുടെ കൂടെ അധികം കാലം നിൽക്കാത്തതിനാൽ ചാബല്യ വാർത്ത, ചബല എന്ന ഒരു നാമം ഉദഭൂത് ലക്ഷ്മി ദേവിക്ക് വന്നു ചേർന്നു. ഇത് കഷ്ടം തന്നെയല്ലേ എന്ന്. അതുകൊണ്ടാണ് അധികം ആരും ലക്ഷ്മി ദേവിയെ വെച്ചാരാധിക്കാത്തത്. അതിന് കാരണം ലക്ഷ്മി ദേവി ആരുടെയും കൂടെ സ്ഥിരമായി നിൽക്കുന്നില്ല, ചബലയാണ് എന്ന് ഒരു പേര്, ഒരു നാമം ലക്ഷ്മി ദേവിക്ക് വന്നു ചേർന്നു. ഇത് കഷ്ടം തന്നെയല്ലേ. അതിന് കാരണം അങ്ങയുടെ മനോഹരമായ രൂപത്തെ പ്രാപിച്ച ലക്ഷ്മി ദേവിക്ക് അങ്ങയെ വിട്ടുപോരാൻ സാധിക്കില്ല. അങ്ങയോടുള്ളത്, ലക്ഷ്മി ദേവിക്ക് അങ്ങയോടുള്ളത് ദൃഢമായ സ്നേഹമാണ്.
അതായത് ഉറച്ച സ്നേഹമാണ്, ഇളക്കമില്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് എവിടെയുണ്ടോ അവിടെ ആ അമ്മയും ലക്ഷ്മി ദേവിയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ലോകത്തെ മനുഷ്യരുടെ ഇടയില് ലക്ഷ്മി ദേവിക്ക് ചപല എന്നൊരു പേര് വരികയും ചെയ്തു. അത് കഷ്ടം തന്നെയല്ലേ എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ശ്ലോകം 5. ലക്ഷ്മീസ്താവകരാമണീയകഹൃദൈവേയം പരേഷ്വസ്തിരേ ഇതി അസ്മിൻ അന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ യേ ത്വദ്ധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതാ പ്രസ്താവദത്താദരാ. ലക്ഷ്മി താവക രാമണീയക ഹൃദാ ഏവ ഇയം പരേഷു അസ്ഥിരേ ഇതി അസ്മിൻ അന്യത് അപി പ്രമാണം അധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ യേ ത്വദ്ധ്യാന ഗുണാനുകീർത്തന രസാസക്താ ഹി ഭക്താ ജനാ തേഷു ഏഷാ വസതി സ്ഥിരാ ഏവ ദയിത പ്രസ്താവ ദത്താദര. അർത്ഥം: ഹേ ലക്ഷ്മീപദേ, അലയോ ലക്ഷ്മീപദേ. ഇയം ലക്ഷ്മി, ഇയം ലക്ഷ്മി എന്നാൽ ഈ ലക്ഷ്മി ദേവി, തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ആ ലക്ഷ്മി ദേവി, താവക രാമണീയക ഹൃദായേവ, അങ്ങയുടെ സൗന്ദര്യം കണ്ടിട്ട്, ഭഗവാനെ ലക്ഷ്മി വല്ലഭ, ലക്ഷ്മി ദേവി അങ്ങയുടെ സൗന്ദര്യം കണ്ട് അങ്ങയോടുള്ള ദൃഢപ്രേമത്താൽ പരേഷു അസ്ഥിരേ, പരേഷു എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ, ലക്ഷ്മി ദേവിയുടെ ഭക്തന്മാരായ മറ്റുള്ളവരിൽ അസ്ഥിരേ, അസ്ഥിരമാണ്, അതായത് ഉറച്ചു നിൽക്കാത്തവളാണ്. ഇതി അസ്മിൻ എന്നതിനെ, ഈ ഒരു കാര്യത്തിന്, അന്യത് പ്രമാണം അഭി, ഇനി ഒരു തെളിവ് കൂടി, അധുനാ വക്ഷ്യാമി, ഞാൻ ഇപ്പോൾ പറയാം എന്നാണ് അർത്ഥം. അതായത് അല്ലയോ ശ്രീവല്ലഭ, ഈ ലക്ഷ്മി ദേവി അങ്ങയുടെ സൗന്ദര്യം കണ്ടിട്ട്, അങ്ങയുടെ ആ മനോഹരമായ രൂപത്തെ കണ്ട് അങ്ങയിൽ ദൃഢപ്രേമമുള്ളവളായതിനാൽ ലക്ഷ്മി ദേവിയുടെ ഭക്തരിൽ സ്ഥിരമായിട്ട് അങ്ങനെ ഉറച്ചു നിൽക്കാത്തവളാണ് എന്നതിനെ ഇനി ഒരു തെളിവും കൂടി ഞാനിപ്പോൾ, അധുനാ വക്ഷ്യാമി, ഞാനിപ്പോൾ പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. ഏ ജന, ഏതൊരു ജനങ്ങളാണോ ത്വത് ധ്യാന ഗുണാനുകീർത്തനം, അങ്ങയുടെ ഭഗവാനെ, അങ്ങയുടെ ധ്യാനത്തിൽ ഭഗവാനെ മനസ്സിൽ കണ്ട് ധ്യാനിക്കുക, അതുപോലെ അവിടുത്തെ ഗുണഗണങ്ങളെ പാടി പുകഴ്ത്തുകയും ചെയ്യുക. അതിൽ രസാസക്താഹി ഭക്ത, രസം പിടിച്ച്, ആ കർമ്മത്തിൽ രസം പിടിച്ച നിഷ്കളങ്ക ഭക്തനായിരിക്കുന്നത് ആരാണോ, അതാണ് ആ വരിയുടെ അർത്ഥം. ത്വത് ധ്യാന ഗുണാനുകീർത്തന രസാസക്താഹി ഭക്ത, ഏതു ജനങ്ങളാണോ ഭഗവാനെ അങ്ങയെ മനസ്സിൽ ധ്യാനിച്ച് അവിടുത്തെ ഗുണഗണങ്ങളെ പാടി പുകഴ്ത്തുന്നതിൽ രസം പിടിച്ച് നിഷ്കളങ്ക ഭക്തരായിരിക്കുന്നത്, തേഷു ഏഷാ ദയിത പ്രസ്താവ, അവരുടെ കൂടെ, തേഷു ഏഷ എന്ന് വെച്ചാൽ അവരുടെ കൂടെയാണ് ആ ലക്ഷ്മി ദേവി സ്ഥിരം, വസതി സ്ഥിരായേവ, സ്ഥിരമായിരിക്കുന്നത്, ദയിത പ്രസ്താവ ദത്താതര, ദയിത തന്റെ ഭർത്താവായിട്ടുള്ള ഭഗവാനെ, പ്രസ്താവ ദത്താതര, ഭഗവാനെ അവരെ ഭക്തന്മാർ എത്രത്തോളം മനസ്സിൽ ധ്യാനിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുന്നവളായിട്ട് ലക്ഷ്മി ദേവി ആ ഭക്തന്റെ കൂടെ സ്ഥിരമായി തന്നെ ഇരിക്കുന്നു. അതാണ് പറയുന്നത്. അപ്പോ ഭഗവാനെ ശ്രീവല്ലഭ, ലക്ഷ്മീപതി, അങ്ങയുടെ മനോഹരമായ രൂപം കണ്ട് അങ്ങയോടുള്ള ദൃഢപ്രേമത്താൽ ലക്ഷ്മി ദേവി സ്വന്തം ഭക്തരുടെ അടുത്ത് സ്ഥിരമായി നിൽക്കാതെ സദാ അങ്ങയോടൊപ്പം തന്നെ ലയിച്ചിരിക്കുന്നു. അതിന് ഒരു തെളിവും കൂടി ഞാനിപ്പോൾ പറയാം എന്ന് പറയാണ് മേൽപ്പത്തൂര്. ആരാണോ അങ്ങയെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങയുടെ ഗുണഗണങ്ങളെ പാടി പുകഴ്ത്തുന്നതിൽ രസം പിടിച്ച്, പറഞ്ഞു കൊടുക്കുന്നതിലും പാടി പുകഴ്ത്തുന്നതിലും രസം പിടിച്ച് ഇരിക്കുന്ന നിഷ്കളങ്ക ഭക്തന്മാരായിരിക്കുന്നത്, അവരുടെ കൂടെ സദാ ലക്ഷ്മി ദേവി ഉണ്ടായിരിക്കും. അവരുടെ മനസ്സിൽ ഭഗവാനെ എങ്ങനെയാണ് അവർ ധ്യാനിക്കുന്നത്, ഭഗവാനെ എങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുന്നത് എന്നത് ശ്രദ്ധിച്ചിട്ട്, അതിനെ ശ്രദ്ധിക്കുന്നവളായിട്ട് ലക്ഷ്മി ദേവി എപ്പോഴും ആ ഭക്തന്റെ കൂടെ തന്നെ ഇരിക്കുന്നു. അവരുടെ മനസ്സിൽ ഭഗവാനെ മറന്ന് ഭൗതികമായ സുഖങ്ങൾക്കും മറ്റു പണത്തിൻ്റെ ഒക്കെ പിന്നാലെയാണ്, മറ്റു ആഗ്രഹങ്ങളുടെ പിന്നാലെയാണ് അവരുടെ മനസ്സ് പോകുന്നത് എങ്കിൽ ലക്ഷ്മി ദേവി, ഭഗവാൻ അതോടുകൂടി അവരിൽ നിന്ന് വിട്ടുപോകുന്നു, ലക്ഷ്മി ദേവിയും അവരിൽ നിന്ന് അകന്നു പോകുന്നു. അവരുടെ മനസ്സ് സദാ
സകല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും സദാ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടാണോ അവർ ഇരിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് അത് ശ്രദ്ധിക്കുന്നതായിട്ട് ലക്ഷ്മി ദേവി എപ്പോഴും ആ ഭക്തന്റെ കൂടെ ഇരിക്കും. ലക്ഷ്മി ദേവി കൂടെ ഉണ്ടാകുമ്പോൾ സർവ്വ സൗഭാഗ്യങ്ങളും അവനുണ്ടായി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ മേൽപ്പത്തൂര് പറയാണ്, പണത്തിന്റെ പിന്നാലെ സമ്പത്തിന്റെ പുറകെ പായുന്നവരോട് ആണ് ഇവിടെ മേൽപ്പത്തൂര് പറയുന്നത്. നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുക, അതിനു വേണ്ടി ലക്ഷ്മി ദേവി ആരാധിക്കുകയേ വേണ്ട. സദാ മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ഭഗവാനെ ധ്യാനിക്കുന്ന ഭക്തനായിട്ടിരുന്നാൽ മതി. ലക്ഷ്മി ദേവി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ശ്ലോകങ്ങളിൽ.